ഹായ്! വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുണിക്കുമോളുടെ പിറന്നാളാണ് തിങ്കളാഴ്ച. സ്കൂളിലെ പിറന്നാൾ കേട്ടോ. അല്ലാതെ പിറന്നാളൊക്കെ കഴിഞ്ഞു. സ്കൂളിൽ ബർത്ത്ഡേക്ക് അന്ന് രാവിലെ കിടക്കാമെന്നൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ കുളിപ്പിച്ചു. തല കുളിപ്പിച്ചില്ല കേട്ടോ. അവൾക്ക് ഒരു ചീമ്പലൊക്കെ ഉണ്ട്. അങ്ങനെ തല കുളിപ്പിച്ചില്ല. എൻ്റെ വീട്ടിലൊരു ഫോൺ കോൾ വന്നിട്ട് വേറെ ഒന്നല്ല, ഈ ഒരു പട്ടുപാവാടയുടെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള വിളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാവാട നമ്മുടെ ഇൻസ്റ്റയിൽ കുണിക്കിൻ്റെ ഫുള്ളും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും മുളകും ലൈറ്റ് യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഫുള്ളും ഉണ്ട്. ഇതിൽ ഫുള്ളും ഉണ്ടോയെന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ ഈ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഈ കുപ്പിവെള്ളം അടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ ഈ പട്ടുപാവാടയ്ക്ക് ഈ കുപ്പിവെള്ളമൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ലേ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഷോർട്സ് വീഡിയോ ഇട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഈ പട്ടുപാവാട ഫുള്ള് കാണാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വയസ്സ് തൊട്ടിട്ടുള്ളവർക്കുണ്ട്. അപ്പം നമുക്കിത് ഈ ഒരു പട്ടുപാവാടയ്ക്കുള്ള എൻക്വയറികളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കോള് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പട്ടുപാവാടയുടെ പല കളറുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ കളർഫുൾ ആവണ്ടേ, അവർക്ക് സ്കൂളിലേക്ക് ഓണ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിളിക്കാൻ ലൈറ്റ് ആവണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ചാലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരു പാലക്കന്മാരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സുന്ദരി കുട്ടിയാക്കുന്നുണ്ട്. മുടി ഞാൻ വരുമ്പോഴാണ് എൻ്റെ മോളെ വേഷം കെട്ട് കാണുക കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് കറക്കിയിട്ടും തിരിച്ചിട്ടൊക്കെ 2 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ദേ സുന്ദരി മോളോടൊന്ന് നടന്നു വരാൻ പറഞ്ഞപ്പോൾ നടന്നു വരുന്ന ഒരു ലുക്കാണ് കേട്ടോ ആശാത്തിനെ കാണുന്നത്. അവിടെ കുഞ്ഞിരുന്ന് നോക്കുക. അങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ സ്കൂളിലൊക്കെ ഉണ്ടാക്കി അതും ഒരു ചെറിയ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ഇത് നിങ്ങൾ കണ്ടിട്ട് തന്നെ ഞാൻ റീൽസിന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുണിക്കിൻ്റെ പിറന്നാൾ ശനിയാഴ്ച അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും പോയിട്ട് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാർത്തുമ്മയൊക്കെയാണ് കേട്ടോ പിന്നേറ്റ് വായിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ കുണിക്കുമ്പോൾ പോണ സമയത്ത് ഒരു ഉമ്മയൊക്കെ തന്നിട്ട്. അപ്പോൾ ഇതൊരു ഷോർട്സ് ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പട്ടുപാവാടയുടെ ഫുൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്സിൻ്റെ ബാക്കി ഭാഗ്യം ഇതിൽ കയറ്റി വിട്ടതാണ്. അങ്ങനെ നമ്മളിത് വീണ്ടും നമ്മുടെ പഴയ വീഡിയോയുടെ ബാക്കിയിലേക്ക് വരികയാണ്. ഇതേ കുറിക്കുമ്പോൾ കുഞ്ഞു കുപ്പികളൊക്കെ ഇടുന്നുണ്ട്. കുപ്പികളൊക്കെ ഇട്ടിങ്ങനെ കഴിക്കുകയാണ്. നല്ല ചന്തമല്ലേ കുട്ടികളുടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതേ മാലയൊക്കെ ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ കൃപയിലുള്ള ഒരു പാലക്കമാലയാണ് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും യൂസ് ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ കാറെടുക്കാൻ പോണ വീഡിയോയിലുണ്ട് കേട്ടോ ഈ ഒരു മാലയുടെ ഫോട്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടാണ്. അപ്പോൾ ഇത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു പാലക്കാട് ചെറിയൊരു സിമ്പിളായിട്ട് ഈ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ തിരുവാതിരക്കളി അങ്ങനെയുള്ള കളികൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മാല നന്നാവും കേട്ടോ. ഇങ്ങനെ ഒരു മാല കഴുത്തിട്ടിട്ട് ഒരു കാശിമാല താഴെ ഇട്ട് കൊടുത്താണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോക്കറ്റുള്ള പാലക്കമാല ഇട്ടിട്ട് അതിൻ്റെ താഴത്തേക്ക് നല്ല പാലക്കയുടെ വലിയ മാല ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് കഴുത്തിൽ എപ്പോഴും നമ്മൾ കുടുങ്ങിയിട്ട് ഒരു ഒരു പ്രത്യേക ഭംഗിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിമ്പിളായിട്ട്. പിന്നാലെ ഞാൻ കാർ എടുക്കാൻ പോകുമ്പോൾ വേറെ കുട്ടി പറഞ്ഞിട്ട് ചേച്ചി ഇതിന് വലിയ മാല ഉണ്ടാവും ഇട്ടുകൂടെ, ഇതിന് വേണ്ട കമ്മലൊക്കെ ഹെവിയായില്ല, എനിക്ക് മാല സിമ്പിളായിട്ട് ഇടാറുണ്ട്. അങ്ങനെ ഞാൻ ഇട്ടൊരു മാലയാണ് കേട്ടോ. സിമ്പിൾ എന്ന് വെച്ചാൽ നല്ല സിമ്പിളാണ്, ഏത് ഏജുകാർക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എത്ര തടി വെച്ചാലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡ്രസ്സ് നമ്മുടെ റിയൽ ഇട്ടപ്പോൾ ഇന്നലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കഴുത്ത് വൈഡായിട്ടുള്ള കഴുത്തടിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ഞാൻ കടയുടെ ഓപ്പണിംഗ് വീഡിയോയ്ക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു വസ്ത്രം ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ഞങ്ങൾ ചെയ്തു. അത് പലർക്കും ഇഷ്ടപ്പെടാം, ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ചിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മൈൻഡിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓക്കെയാണ് എന്ന് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനായാലും വല്യേട്ടനായാലും അത് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്കതൊരു ബോറായിട്ടോ കാര്യങ്ങളായിട്ടോ തോന്നണില്ല കേട്ടോ. എന്താ പറയുക, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. ഉള്ള ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും പിന്നെ ദേ കറക്കിയിട്ടുള്ള വീഡിയോ കേട്ടോ. അത് ഞങ്ങൾ ഷോർട്സിന് വേണ്ടി എടുത്താൽ ഫുള്ള് കിട്ടാത്ത പകുതിയുള്ളൂ. 2, 3 പ്രാവശ്യം ഞാൻ കറക്കിച്ചിട്ട് അവസാനം ചേച്ചി ജയമേച്ചി എന്ന് പറഞ്ഞ തല കറങ്ങി വീണെങ്കിൽ അവിടെ നിന്ന് പൊക്കി കൊണ്ടുകൊണ്ട് വരുമെന്ന് വെച്ചു. അങ്ങനെ ഈ സ്കൂളിൽ പോകാൻ ബാഗൊക്കെ തോർത്തിട്ടു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ബാഗ് എടുക്കാൻ മോള് നടന്നോളൂ. അപ്പോൾ ബാഗ് ഞാൻ എടുത്തിട്ട് നടക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ കുണുക്കുമ്പോൾ ഇവിടെ ഉമ്മ വയ്ക്കണമെന്ന് വലിയ ഇഷ്ടപ്പെടുന്നിട്ട് നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ നിർത്തില്ല. അത് വലിയ അങ്ങോട്ട് തേച്ചിട്ടില്ല കേട്ടോ ആശാന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോകാനായിട്ട് ഞാൻ 2 കുണിക്കും പോകുന്നുണ്ട്. അപ്പോൾ കുണുക്കുമ്പോനോട് ഒരു ഉമ്മ വന്നപ്പോൾ ഒരു പ്ലെയിൻ കിസ്സിൽ അവസാനിപ്പിച്ചു. പിന്നെ സ്കൂളിൽ എത്തി എന്നും ഉമ്മ വന്നിട്ട് പോകട്ടെ രണ്ടാളും. അങ്ങനെ കുണിക്കുമ്പോൾ സ്കൂളൊക്കെ എത്തി കുണിക്കുമ്പോൾ കയ്യിൽ ഫ്രണ്ട്സിന് കൊടുക്കണം മിഠായിയാണ് കേട്ടോ. ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുണിക്കോളോട് കേക്ക് അമ്മ കൊടുന്നേരം ഇപ്പോൾ മോള് പൊക്കോന്ന് പറഞ്ഞാൽ അവളെ കയറ്റി വിട്ടതാണ് ഈ കാണുന്നത്. അപ്പം ഇന്ന് ഒരു സംസാരിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ആദ്യം തന്നെ പറയാം,
ഇന്നേക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 28 വർഷമായിട്ടാ. ഇന്നാണ് ഞങ്ങളുടെ അച്ഛൻ 28 വർഷം മുന്നേ ഞങ്ങളെ വിട്ടു പോയത്. അങ്ങനെ എത്ര വേഗം വർഷങ്ങൾ പോണേന്ന് അറിയില്ല അല്ലേ. അല്ല, നമുക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയില്ല അവരെ സത്യം. നമുക്കവരൊന്നും ജീവിച്ചിരിക്കുമ്പോൾ അറിയില്ല അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം വേദനയാണ്, അതിൻ്റെ നഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. പക്ഷേ നമ്മൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ വലുതാകുമ്പോഴാണ് നമ്മൾ ഈ പ്രായമൊക്കെ എത്തുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ മിസ്സിങ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ചിലവരൊക്കെ അച്ഛൻ്റെ അടുത്ത് പോവുക, അമ്മയുടെ അടുത്ത് പോവുക, ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതൊന്നും പോവാനില്ലാണ്ടാകുമ്പോഴുള്ള വേദന സത്യമുണ്ടല്ലോ, അത് പറഞ്ഞാൽ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്കത്, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് അറിയില്ല. പക്ഷെ അത് നഷ്ടപ്പെട്ട മക്കളോട് വെച്ചാൽ അറിയാം. നമുക്ക് സത്യം പറയാം, എന്തൊക്കെ നമ്മുടെ ലോകത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അത് വേറൊരു ഫീൽ തന്നെയാണ്. ആ ഫീല് തരാൻ നമ്മൾ എത്ര സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്ക് അടക്കം പറ്റില്ല. അതിപ്പോൾ എൻ്റെ അനുവേട്ടൻ അടക്കമായാലും പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടാണെങ്കിൽ എന്തൊരു വെളിച്ച കുറവ് പോലെ ആ ലൈറ്റ് കൊണ്ട് ഇട്ട് നോക്കി അപ്പോൾ കറക്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് ഇതൊന്നും അറിയില്ല, നഷ്ടങ്ങളിലെ ഇത് നമുക്കറിയില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ അവരെ കാണുക എവിടെയും അവിടെ ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊന്നും നമ്മുടെ കണ്ണിൻ്റെ അവിടെ നിന്ന് പോകുമ്പോഴല്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ അച്ഛനും അമ്മയും. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് പറയുക, ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മൾ പല തിരക്കുകളുണ്ടാവും, പല എന്താ ഞങ്ങളുടെ ഒരു അവൾക്ക് എന്തൊരു ഷെയ്ഡിങ് ഇപ്പം ഇതായിക്കാനാ. അപ്പോൾ കറുത്ത തോന്നുന്നു, എനിക്ക് കണ്ണാണ് കറുപ്പ് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിലാണെങ്കിൽ ഒരു ഉരുളിച്ച് തോന്നി. പക്ഷെ ഞാൻ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് അതെന്ന് ഞാൻ ചോദിച്ചെന്താണ് അതാ സൈഡിലേക്ക് എന്തോ കറുത്തതന്നെ അല്ലേ. ഡ്രസ് ഇപ്പൊ ഉണ്ണിയുടെ മുഖത്തേക്ക് എടുത്തിട്ട് ഭയങ്കര ഭംഗിയാ, നമ്മളെന്തിട്ടിട്ടും ഭംഗിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ മരിച്ചിട്ട് 28 വർഷം. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം ആവണമെങ്കിൽ ഡിസംബർ ആവണം. അതല്ല, നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ അനിയുടെ അച്ഛൻ എവിടെ ഇരിക്കുമ്പോൾ ഞാനാണ് ഇവിടെ പറയട്ടെ ചേട്ടാ, അവരുള്ളപ്പോൾ അതിൻ്റെ ഫീലിങ്സ് നമുക്കറിയില്ല, അവരുള്ളപ്പോൾ നമുക്കത് അറിയില്ല. പക്ഷെ അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ അച്ഛനെ നോക്കുക. ഈ മഴക്കാലത്തായാലും അനിയൻ്റെ അച്ഛൻ പുറത്തു നിന്നാണ് പുല്ല് വെട്ടിലും പറമ്പിൻ്റെ ഉള്ളിൽ തിക്കും തിരക്ക് ബഹളം. മഴക്കാലം ആകുമ്പോഴാണ് അച്ഛൻ്റെ ബഹളങ്ങൾ മൊത്തം. ആ മഴ കൊണ്ട് ഫുള്ളും പണിയെടുക്കണം. അച്ഛൻ ഇല്ലാണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സ്വന്തം അച്ഛനല്ല അനിയൻ്റെ അച്ഛനാണ്, എന്നാൽ പോലും എനിക്ക് ആ ഫീലിങ്സ് ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മഴക്കാലത്തും പറമ്പിൽ പണിയെടുത്തേന്ന അച്ഛനാണ്, ഇന്നിപ്പോൾ അച്ഛനില്ല. അതേപോലെ ലൈഫിൽ രണ്ടാൾ ഒരുമിച്ച് പോകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എത്രയോ വർഷമായിട്ടാണ് എൻ്റെ അമ്മ മരിച്ചത്. അപ്പം എൻ്റെ അച്ഛൻ മരിച്ച 82 ദിവസം, 84ാമത്തെ ദിവസമാണ് അമ്മ. നമ്മൾ ഒട്ടും പ്രതീക്ഷ എന്താ വെച്ചാൽ അതിന് മാത്രമുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ അമ്മയ്ക്കില്ല. അമ്മ വർഷങ്ങളായിട്ട് അമ്മ അങ്ങനെയാണ്, ആ ഒരു തന്നെയുള്ള അമ്മയ്ക്കല്ലാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അമ്മയുടെ നഷ്ടപ്പെട്ടു നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ തറവാട്ടിലേക്ക് നോക്കുമ്പോൾ ആ റൂമിൽ ഇങ്ങനെ വെളിച്ചം നമ്മൾ നോക്കും. ആദ്യമൊക്കെ ഞങ്ങളുടെ എന്താണ് ഇങ്ങോട്ട് പോയി വരുമ്പോൾ നോക്കും അമ്മ കഞ്ഞി കുടിക്കാണോ നമ്മൾ വരുന്ന നേരത്ത്. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിലുള്ള തിരിച്ച് കിട്ടാത്ത ഒരു കാലം അല്ലേ. പക്ഷെ സത്യം പറഞ്ഞതൊന്നും എനിക്ക് എൻ്റെ അച്ഛനും അമ്മ നഷ്ടപ്പെട്ടോടുകൂടി എനിക്ക് മനസ്സിലായിട്ടാ. എന്നോട് ഞാൻ പറഞ്ഞോളൂ, എന്നോട് അവരുള്ളപ്പോൾ അറിയില്ല, അവരെ കാണാൻ പോകുന്നത് നമ്മൾ സമയം, നമുക്കൊന്നിനും സമയമില്ല. നമ്മളെല്ലാവരും തിരക്കിട്ട ജീവിതത്തിൽ തന്നെയാണ് എല്ലാവരും. നമ്മൾ സമയം കണ്ടെത്തണം. വേണ്ട, സമയം നമ്മൾ കണ്ടെത്തണം. നമ്മൾ ജീവിക്കാനുള്ള ഇത് നെട്ടോട്ടത്തിന്. അപ്പോൾ വേറെ ഒന്നിനും കുറിയുടെ ആൾ വന്നിട്ടതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനോട് നമുക്ക് സമയവും കാര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടെത്തണം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നഷ്ടങ്ങളിലെ ആ ഒരു വേദന ഉള്ളു. നമ്മൾ ജീവിച്ചിരിക്കും കാലം നമുക്ക് ആ വേദന നമ്മുടെ മനസ്സിൽ ഭയങ്കര ഓരോ പ്രാവശ്യം. ഞാൻ പറയാം, എനിക്കൊന്ന് അമ്മേനെ തലേ ദിവസം ഞങ്ങൾ ലാസ്റ്റ് ആണത് ഒരു 3:30-4 മണിക്കല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഒരു ദിവസം പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യെങ്കിൽ 2 നേരം പോവാന്നല്ലാണ്ട് അമ്മേനെ ഒരു ദിവസം തന്നെയാണ് പോയി കാണാറ്. പക്ഷെ നമ്മൾ അറിയില്ലല്ലോ നാളെ അമ്മ. അപ്പൊ ഞങ്ങൾക്ക് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറ്റ പോലെ രാത്രിയും കൂടി അമ്മേനെ പോയി കണ്ടാൽ മതിയായിരുന്നു, അമ്മേനെ അടുത്ത് രാത്രി പോവായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു വേദന ലൈഫ് ലോങ് അനുവേണ്ടുകൊണ്ട് എനിക്കുണ്ട്. അതെന്തൊരു ഞങ്ങൾ മനഃപൂർവ്വമല്ല, അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരാളല്ല, കുറ്റബോധം തോന്നുന്ന കാര്യം നമുക്ക് ഇതെന്താ. അല്ലെങ്കിൽ പകൽ പോകണു, അമ്മയുടെ ആവശ്യം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വിളിക്കുമ്പോഴൊക്കെയാണ് പോവാറ്. അല്ലെങ്കിൽ നേരെ അമ്മനെ പോയി കണ്ടുവരിക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വല്ല മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി വീണ്ടും മേടിച്ചോണ്ട് പോകുക, അങ്ങനെയൊക്കെയാണ്.
അല്ലെങ്കിൽ അമ്മ വിളിക്കും എന്താ വരാത്ത ചോദിച്ചിട്ട് വിളിക്കുമ്പോഴാണ് പോവുക. അല്ലാണ്ട് ഡെയിലി പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ പോവാറുണ്ട്. പിന്നെ അച്ഛൻ മനുഷ്യൻ്റെ അടുത്തുകൊണ്ട് മിക്ക ദിവസവും എല്ലാ ദിവസവും നമ്മൾ അമ്മയുടെ അടുത്ത് അച്ഛൻ മക്കൾ സ്കൂൾ ഉണ്ടാക്കി വരുന്ന വഴിക്ക് അമ്മയുടെ അടുത്ത് കയറി 2-2.5 മണിക്കൂർ അമ്മയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാറുള്ളൂ. പക്ഷെ അന്ന് 2 പ്രാവശ്യം പോയി, രാവിലെ ഉച്ച 2 തവണ പോയി. 2 തവണ പോയി. പക്ഷെ നമ്മൾ പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഞാൻ എൻ്റെ യാത്രകളിൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു രാത്രി അമ്മയുടെ അടുത്ത് പോവായിരുന്നില്ല. അമ്മ അറിഞ്ഞിണ്ടാവുമോ അമ്മയുടെ മരണം? എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഒരു പെട്ടെന്ന് വിഷമം എന്തോ അതിനടുത്ത് തമാശ. അപ്പൊ ഞാൻ മനുഷ്യയോട് ഇങ്ങനെ അടിച്ചു ഇങ്ങനെ, അതിപ്പോ നിങ്ങൾക്ക് അറിയണം. അപ്പൊ പെട്ടെന്ന് അമ്മ ഫീൽ ചെയ്തു, നീ എൻ്റെ മോനെ അടിക്കല്ലേട്ടാന്ന് കരഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അവനിനി വേറെ ആരും ഇല്ലല്ലോ, നീയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞു. ഇനി അവന് വേറെ ആരും ഇല്ലല്ലോ, നീയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നോട് അമ്മ അറിഞ്ഞിണ്ടാവും അമ്മയ്ക്ക് ഇങ്ങനെ മരണം എത്തിനോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിന് മനസ്സിലെന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആ തമാശ രൂപത്തിൽ പറഞ്ഞ മാതിരി നമുക്ക് തോന്നി, പറഞ്ഞല്ലേ പിറ്റേ ദിവസം മരിച്ചപ്പോ നമുക്കത് ഫീലായി. ഞങ്ങൾക്ക് ഇന്നും അപ്പൊ പറഞ്ഞു തന്നത് അനേക പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും ഇല്ല ലോകത്ത്. അനേക പ്രശ്നം. ഇന്ന് പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ ഞാൻ ഇടയിലുണ്ടപ്പോഴാണ് ചേട്ടൻ അനിയനായിട്ട് ഞാൻ തല്ലുണ്ടാക്കാറുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇതിനെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഇരുന്ന് ചോറിന് പറയുന്നത് വെച്ചാൽ ഈ നെഗറ്റീവ് ഒരു ഫാമിലി ആരാണ് എന്താ നമ്മൾ അറിയാത്തവർക്ക് എന്ത് വേണമെങ്കിൽ വന്നിട്ട് വായ തോന്നി പറയാം. പക്ഷെ എല്ലാ വീട്ടുകളിലും ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ വീട്ടുകളിലുള്ള ചെറിയ പിണക്കം ഇണക്കുക തന്നെയുള്ളൂ. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ പോലും പിണങ്ങുമ്പോൾ അമ്മ അച്ഛൻ മക്കളെ പറയും, മക്കൾ അച്ഛനും അമ്മനും. ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് ഇന്നെന്തെങ്കിലും ഉണ്ടായ പുതിയ കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഇന്നൊരാൾക്ക് വെച്ചിട്ട് പറയണല്ലോ. അപ്പം ഞാൻ സത്യം പറയാം, ഞാനൊരു ഇതായിട്ട് നിങ്ങളോട് പറയണമെന്ന്, നമ്മൾ സമയം കണ്ടെത്തി അച്ഛനമ്മേൻ്റെ അടുത്ത് എത്തണം. എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങളിപ്പോൾ. പക്ഷെ എത്രയോ മക്കൾ ഗൾഫിലുള്ളവരുണ്ടല്ലോ, അവർ എല്ലാ വെക്കേഷനും തന്നെ എന്തിനാണല്ലോ അവർ അച്ഛനമ്മേനെ കാണാനാ അവർ ഓടി വരും. അങ്ങനെയുള്ള മക്കളും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും കണ്ടെത്തണം, നമുക്ക് സമയം കണ്ടെത്തിയേ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് 28 വർഷമായി ആ സ്നേഹം അല്ലെങ്കിൽ ആ മോളെ എന്നുള്ള ഒരു വിളിയൊക്കെ കേട്ടിട്ട് കുറേ വർഷങ്ങളായി. മരിക്കാൻ പോകുമ്പോഴും അച്ഛനെ വാച്ച് കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞാൽ എന്തിനാ ഉണ്ണിയ അച്ഛന് ഇനി വാച്ച്, അച്ഛന് വാച്ച് വേണ്ടെന്ന്. വാച്ചും ചെരുപ്പിടാണെന്ന് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങാത്ത അച്ഛൻ. അപ്പം അന്ന് ഓൾറെഡി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അച്ഛൻ ചികിത്സയിലായിരുന്നു 1 മാസമായിട്ട്. അന്ന് എൻ്റെ ചേച്ചിയും അപ്പുറത്തെ റൂമിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത്, രണ്ടാളും ഒരു ഹോസ്പിറ്റൽ. പച്ചമണിക്ക് ഹാർട്ട് ആസ്പത്രിയിലേക്ക് ഒന്ന് പോകണം. അച്ഛനെ ഹാർട്ട് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു, ഹോസ്പിറ്റലിൽ കോപ്പറേറ്റീവ് തന്നെ തൃശ്ശൂർ. അപ്പോൾ അവർ ലിഫ്റ്റിലിറങ്ങി നോക്കി, ഞാൻ റൂമിലൊന്ന് നോക്കിയപ്പോൾ ചേച്ചിയുടെ റൂമിൽ നിന്ന് അച്ഛൻ ഡിസ്ചാർജ് ചെയ്തു. തലേദിവസം 2 ദിവസം മുന്നേ ഡിസ്ചാർജ് ചേച്ചിയുടെ റൂമിലേക്ക് വന്നു. ഇനി പോകുമ്പോൾ ഒരുമിച്ച് കാർ ഓടിച്ച് പോകാനൊന്നും നമ്മുടെ വീട്ടിലുള്ള വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് നിന്നു. പക്ഷെ അന്ന് രാവിലെ അച്ഛന് ഹാർട്ട് ആസ്പത്രി വേണം. അങ്ങനെ മാമനും ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ട് അമ്മയും കൂടി പോയി. ചേച്ചിക്ക് തുണക്കി ഞാൻ നിന്നു. അപ്പോൾ പോകുമ്പോൾ അച്ഛൻ വാച്ച് ഇട്ടില്ല. അപ്പം ഞാൻ വാച്ച് എടുത്തിട്ട് അവർ ലിഫ്റ്റ് ഇറങ്ങാൻ മുന്നേ സ്റ്റെപ്പ് ഇറങ്ങി ഓടി വന്ന് കാറിൻ്റെ അടയ്ക്ക് അച്ഛനൊക്കെ എന്നോട് എത്തിയപ്പോൾ അച്ഛൻ വാച്ച് എടുത്തിട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇനി വാച്ചൊന്നും വേണ്ട മോനെ അച്ഛൻ. അപ്പം എന്താ അച്ഛൻ്റെ അസുഖമായിട്ട് ഡിസ്ചാർജ് ചെയ്താണ്. പക്ഷെ അച്ഛൻ്റെ മനസ്സിലുണ്ടാവും അച്ഛന് സമയം കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഹാർട്ട് ആസ്പത്രിയിലേക്ക് കൊണ്ടുവച്ച അച്ഛന് വേറെ ബുദ്ധിമുട്ട് നമുക്ക് കാഴ്ചയില്ല. പക്ഷെ അച്ഛന് പോകണം എന്നൊരു വാശി പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും ഞങ്ങൾ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. അച്ഛന് 6 മാസം ഒരു സമയം തന്നെയാണ് ഹോസ്പിറ്റലുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞു. ഹാർട്ട് ആസ്പത്രി കൊണ്ടുപോയി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട്. അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അച്ഛൻ്റെ ആ ഒരു നമ്മളറിയണില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ടേ ഒന്നും അച്ഛൻ ആസ്പത്രിയിൽ ഞാൻ ആലോചിക്കും, ഒരു വണ്ടിയില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ചേച്ചി അച്ഛൻ്റെ രാത്രി 12 മണി 1 മണിക്കൊക്കെ വയ്യാണ്ടാവും. അച്ഛനിങ്ങനെ ഇന്നും അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് സ്കൂളിൻ്റെ രാത്രി കാർ വിളിക്കുകയാണ്. പള്ളിയിലടയ്ക്ക് ആൻ്റണിയേട്ടൻ്റെ കാറൊക്കെ വിളിക്കാൻ പോകും. ആ കാറില്ലെങ്കിൽ വേറെ കാർ വിളിക്കണമെങ്കിൽ സ്കൂളിൽ അടയ്ക്കത്തുള്ളൂ. ചിലപ്പോൾ അതില്ലെങ്കിൽ അവിടേക്ക് വേണം. അപ്പം അങ്ങനെ അന്നൊക്കെ ഞാനും ചേച്ചി ഒറ്റയ്ക്ക് നടന്നു പോയിട്ട് അത് ഇട്ടത്. അന്നൊന്നും പോസ്റ്റ് ഇങ്ങനെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോർച്ച് തന്നെ വീട്ടുള്ള ഉണ്ടാവില്ല. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പം അതുമെന്ന് ഇങ്ങനെ വന്നു, അന്ന് പേടില്ല. അപ്പോൾ പറഞ്ഞു വന്നു. അത് തന്നെ ഇന്നിപ്പോൾ കാർ മേടിച്ചതിൻ്റെ വേണ്ടിയിട്ട് ഒരുപാട് നെഗറ്റീവ്സ് വന്നു. നിങ്ങളുടെ കാശില്ല പറഞ്ഞ് നിങ്ങൾ ദാരിദ്ര്യം പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ കാർ വിറ്റ വീഡിയോയിൽ തന്നെ ഞാൻ 2 ദിവസം മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഈ നെഗറ്റീവ് ഇടുന്നവർ ഇതിന് മാത്രമായിട്ട് ഇരിക്കരുത്. വീഡിയോ ഒന്നും ഇനി ഫുള്ളും കാണുക, അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോ കാണുക. ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾ ഈ കാറ് വിൽക്കുന്നത് ഒരു ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പെട്രോൾ അടിച്ച് ചൂടടിച്ചടിച്ച് തോറ്റു. ഞാൻ കുറച്ച് നാളായിട്ട് കാറ് മാറ്റണം എന്ന് വെച്ച് നോക്കുന്നു. അപ്പം നമുക്ക് ടാറ്റയുടെ ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി റേറ്റ് കുറയേണ്ട വണ്ടി ഉണ്ടാവില്ല. ടാറ്റയുടെ ഉണ്ട്. വണ്ടി പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ മാരുതിയുടെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ടാറ്റയിൽ നോക്കി, മറ്റുള്ള കമ്പനിയിലൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിക്ക് അവർ കാണുന്ന വില 3 ലക്ഷമൊക്കെയാണ്. നമ്മുടെ സ്വിഫ്റ്റിന് അവർ കാണുന്ന റേറ്റ് 3 ലക്ഷം. അപ്പം നമുക്ക് അതിന് മാത്രം 3 ലക്ഷത്തിന് വിട്ടുപോകാൻ കമ്പനിക്കാരാകുമ്പോ അതിന് നല്ലൊരു നല്ല ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കമ്പനിക്കാരെടുത്ത ആ വണ്ടിക്ക് നല്ലൊരു റേറ്റ് ഇതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ മാരുതിയുടെ ഇലക്ട്രിക് വണ്ടി എന്ന് പറയണമെങ്കിൽ ഇതുള്ളൂ. ഇതിന് 20 ലക്ഷം ഒന്നും കേട്ടോ. ആരോ കമന്റ് ഉണ്ട് 20 ലക്ഷത്തിൻ്റെ വണ്ടി എടുത്തു, നിങ്ങൾ അത് വിറ്റിട്ട് വലിയ വണ്ടി മേടിക്കാനായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടോ, ഞാനൊരു ഇലക്ട്രിക് വണ്ടി നോക്കുന്നുണ്ട്, വീട്ടിൽ സോളാറുണ്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടോ കാരണം ലൈഫിൽ അതൊരു അടവൊക്കെ അടച്ച് വരുമ്പോ 20 ലക്ഷം അതിന്റെ അപ്പുറം വരും കേട്ടോ. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിക്ക് ഓരോ വണ്ടിക്ക് അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ സൗകര്യം നോക്കിയിട്ടല്ല നമുക്കത് നമ്മുടെ വണ്ടിക്കുള്ള റേറ്റ് കിട്ടിയപ്പോ നമ്മൾ ആ വണ്ടി കയ്യിൽ വെക്കുന്നവരും നമുക്ക് ഞാൻ വണ്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന റേറ്റ് കിട്ടില്ല. നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി വണ്ടിയിലേക്ക് പോകണം എന്ന് വെക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ പെട്രോൾ വണ്ടികളിലൊക്കെ കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു 1500 പെട്രോൾ അടിച്ചിട്ട് നമുക്ക് 4 ദിവസം 5 ദിവസം ഓടിയായിരുന്നു. ഇപ്പോൾ ഈ പെട്രോളിൽ ചെറുതല്ല, നല്ല പ്രശ്നമാണ്. നല്ല പ്രശ്നം. ഇപ്പോൾ 1500 പെട്രോൾ അടിച്ച ഒരു ദിവസം നമുക്ക് കിട്ടണില്ല. അത്രയും നമ്മൾ ചെയ്യുന്ന യാത്രയ്ക്ക് ഇനി ചെയ്യണുള്ളൂ. പക്ഷെ എന്താ സാധനം, എത്തനോൾ എന്താ ചേത്തനാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല പക്ഷം നമുക്ക് നല്ലോണം പെട്രോൾ. ഇപ്പോൾ നമ്മളൊരാൾ വന്ന് പറഞ്ഞതാണ്, ഒരു ചേട്ടൻ വന്നതാണ്, നിങ്ങൾ കാറിന് സ്വിഫ്റ്റിന് എത്ര രൂപ അടയ്ക്കേണ്ടി വെച്ചു മാസം. അപ്പോൾ ഇത്ര രൂപ അടയ്ക്കുന്നതാണ്, നിങ്ങൾ ദിവസം എത്ര രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വെച്ചു. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു കണക്ക് പറഞ്ഞു, നമുക്കറിയാലോ പെട്രോൾ അടിക്കുന്ന കണക്ക് നമുക്കറിയാം ഇത്രയാണ്. അപ്പോൾ അത് രണ്ടും കൂട്ടി വയ്ക്കിയപ്പോൾ ഒരു സംഖ്യ വരുന്നുണ്ട്. അതിൻ്റെ ഒരു 3/4 കാശ് നമുക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ ഈ കാറിൻ്റെ അടവ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം. ഞങ്ങൾ 10 രൂപ ആ കാർ ഇറക്കാൻ ഈ നിമിഷം വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10 രൂപ അങ്ങോട്ട് ചിലവാക്കിയില്ല. ഇങ്ങോട്ട് കിട്ടുന്നതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ സോളാർ ഉണ്ട്. സോളാർ എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ കുറെ ആൾ വിളിച്ച് നമുക്കൊരു ഇതുപോലെ തന്നതാണ്. അപ്പൊ സോളാർ കുറെ മുന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ സോളാർ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് കൂടുതലും നല്ലത് അതാണ്. എല്ലാവരും പറഞ്ഞു വന്നപ്പോ സത്യം അതാണ് നമുക്ക് ഒന്നുകൂടി നല്ലതെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടിക്ക് പോയത്. അല്ലാണ്ട് ഞങ്ങൾ കാശുമ 10 കയറുന്ന പിന്നെ ഞാൻ ഇല്ലാ പാട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കമന്റ് ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാ ഉണ്ടാ? അപ്പൊ ഇല്ലല്ലോ. നമ്മൾ ലൈഫിൽ നമ്മൾ സംസാരം നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് കാർ മേടിച്ചതിന്റെ സന്തോഷം പറയുന്നുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷം. എന്താ വെച്ചാൽ നമുക്ക് ഓരോ യോഗം എന്ന് പറയണില്ലേ, നമുക്ക് ഓരോ സമയങ്ങളും ഇല്ല, അത് ഇതിൽ കിട്ടില്ല. ഓരോ സമയം ഓരോ യോഗം, അതൊക്കെ എല്ലാതും. ഒരു വീട് വയ്ക്കാൻ ഒരു യോഗ, ഒരു മക്കളുണ്ടാവാൻ ഒരു സമയം, ഒരു കല്യാണം കഴിക്കുക, അതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ സമയം. അതൊരു പുതിയ വണ്ടി നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു സമയമുണ്ട്. ചിലപ്പോൾ സ്വിഫ്റ്റ്, ഞാൻ ഇതിന് മുന്നേ ഒരു വണ്ടിക്ക് ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ കാശ് തിരിച്ചു മേടിച്ചിട്ട് ഞാൻ കുറച്ച് ആളായിട്ട് ഈ വണ്ടി നമ്മൾ എല്ലാവരും പറഞ്ഞു ഈ വണ്ടി ഇനി വയ്ക്കുന്നോറും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിച്ച റേറ്റ് പോലും കിട്ടാണ്ട് പിന്നെ ലാസ്റ്റ് ആ ഉള്ള റേറ്റ് കുറച്ചിട്ട് വിറ്റിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതൊക്കെ ആദ്യം പുതിയ തന്നെ ചെയ്യണം. അപ്പം എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കുകയാണ് നല്ലത്. നമ്മൾ കുറേ ആൾക്കാരെ തീരുമാനത്തിലാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്, മനസ്സിലായത്. അപ്പോൾ എന്തോ പറയാൻ വന്നു. നെഗറ്റീവ് പറയണവര് പറഞ്ഞോട്ടെ, നെഗറ്റീവ് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എല്ലാവരും യോഗമാണ്. അപ്പൊ ആ കാർ എടുക്കാണ് ഞാനെന്താ നമ്മൾ ആ കാറിന് കാശ് കൊടുത്താൽ തിരിച്ചു മേടിച്ചതാ. അപ്പൊ നമുക്ക് ഇതാണ് യോഗം. അപ്പൊ നമുക്ക് കാർ മേടിക്കാനുള്ള യോഗവും ഇല്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ പുതിയ വാഹനം, അതായത് സ്വിഫ്റ്റ്. ചിലപ്പോൾ ഇത്ര വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുണ്ടാവും. അത് വേറൊരാൾക്ക് എവിടെയെങ്കിലും ആൾക്ക് കിട്ടാനുള്ള വണ്ടിയായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു സമയമാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കാര്യങ്ങളും. പിന്നെ ഞങ്ങളിൽ കാശ് ഉണ്ടായിട്ടാണോ വെച്ചാൽ എല്ലാവരും ഞങ്ങൾ തീർത്തും പറയാം. ഞാൻ ഇപ്പോഴും പറയല്ലോ, കാറിനായിട്ട് ഞാൻ ഒരു രൂപ അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പം ഈ കാർ എടുക്കണ കാര്യമായിട്ട് കാശ് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു 40,000-40,000 ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഒന്ന് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാം. എന്തോ ഒരു കാര്യം പറയാൻ എനിക്ക് ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞോളൂ. അതിപ്പോൾ നെഗറ്റീവ് പറയണവർ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. അതെന്തായാലും പോസിറ്റീവ് അറിയാം. പക്ഷേ ന്യായീകരിക്കാനോ പ്രതികരിക്കാനോ ഞങ്ങളുടെ ഒരു കാര്യം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരോട് ഞങ്ങളുടെ സത്യാവസ്ഥ ഉണ്ടായ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ കാർ വെക്കുമ്പോൾ നല്ല വേദന തന്നെയായിരുന്നു. നല്ല ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര വിഷമമാണ് നിങ്ങളുടെ സ്വിഫ്റ്റ് പോയത്. പക്ഷെ നമുക്ക്
കുറേ കാര്യമുണ്ട്. ഈ ഡ്രസ്സ് ഒരു 1000, 1500 ഉള്ളിലുള്ള സാരികൾ ആൾക്കാർക്ക് വേണം. പക്ഷെ അതിന് കൂടുതൽ മേടിക്കുന്നവരുണ്ട് ട്ടോ പല ഇതും. പക്ഷെ നമ്മളെ അന്വേഷിച്ച് വരുന്നവർ നമ്മളെ തേടി വരുന്നവർക്ക് അവർക്ക് ഇത്ര റേറ്റ്. അപ്പോൾ ആ സാരി നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടിയാലാണ് നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സാധനം ഇങ്ങോട്ട് വരുത്താം. പക്ഷെ ആ വരുത്തിയിട്ടും കാര്യമില്ല, പകുതി മുക്കാൽ കേടാ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്തേക്കണത്. അപ്പോൾ സ്വിഫ്റ്റ് എടുത്തതും ഇതേപോലെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അതൊന്നും വെക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് സദ്യ കഴിക്കാൻ പോകാനുള്ള ഒരു ഇതിൽ രാവിലെ കുളിയും കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഡ്രസ്സ് മാറി 5 മണി വരെ ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടിയില്ല. എന്താ പറ്റിയത് ചോദിച്ചാൽ ഒരു ഒരു പിടുത്തം. ഒരു ഓട്ടോറിക്ഷയുടെ ഒരു അവസ്ഥ ഓട്ടോറിക്ഷ ഞങ്ങളെല്ലാവരും കയറും. അനുവേട്ടൻ, ഞാൻ, പൊന്നു, കുഞ്ഞൻ, കുടുക്കൻ, കുളിക്ക 6 ആള് കയറണ്ടേ. പകുതി കുഞ്ഞിൻ്റെ ബാക്ക് വശമൊക്കെ പുറത്തേക്ക് തിന്നിട്ടാണ് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ പോവുക. ഇത്ര അത്യാവശ്യം ഞാനും 2 തടിയുണ്ടല്ലോ. പിന്നെ പൊന്നും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കുഞ്ഞിനും കുടുക്കനും കുടിക്കൊക്കെ മടിയില്ല. അപ്പം അന്ന് ഞാൻ പോയി വന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്കൊരു കാർ വേണം, സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചേ പറ്റൂ. ഞാൻ ആയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഉനക്ക് എന്താന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം. എന്നോട് നല്ല പ്രശ്നം ഉണ്ടാക്കി. ഭയങ്കര ഒരാഴ്ചത്തോളം എന്നോട് തല്ലുണ്ടാക്കി മിണ്ടാണ്ട് നടന്നിട്ടുണ്ട് കാർ എടുക്കുന്ന പ്രശ്നത്തിന്. അപ്പോഴും ഞാൻ എന്നോട് നമുക്ക് കാർ എടുത്തേ പറ്റൂ, ഒരു കാർ എടുക്കും സെക്കൻഡ് ഹാൻഡ്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ തപ്പി ബിആറിൽ പോയപ്പോഴാണ് അവർ പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഹാൻഡ് അടിച്ച് ഇന്ന് ഓരോ കേടുകളും കാരണം നമുക്ക് റിപ്പയറിന് മതി. ആ സ്വിഫ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ 30,000 രൂപ ഞങ്ങൾ ചിലവാക്കിയിട്ടുള്ളൂ. അതിൻ്റെ കേടുകളല്ല, സർവീസിന് പോകുമ്പോൾ ഫിൽറ്റർ മാറ്റി അതൊക്കെ സ്വാഭാവികം, എല്ലാ വണ്ടിയിലും തന്നെ ആ ഒരു കേട്. അല്ലാണ്ട് ഒരു വണ്ടിക്ക് ഒരു കേടോ ഒരു ബുദ്ധിമുട്ടോ ആ വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം പിന്നെ അങ്ങനെ അല്ലാണ്ട് വേറൊരു ചിലവ് ഞങ്ങൾക്ക് ആ വണ്ടിക്ക് ഞങ്ങൾ ചിലവാക്കിയിട്ടില്ല. അപ്പം വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്നോട് എന്താ പറഞ്ഞൊരു വാക്ക്, അടവടയ്ക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഉണ്ണി അതിന് റിസ്ക് എടുക്കണം. അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിസ്ക് അതിനോട് പറഞ്ഞിട്ട് ആൾക്കാരാണ് ഉണ്ണി റിസ്ക് ഏറ്റെടുക്കുന്നത് മാത്രം ഉണ്ണി ആ കാറിന് എടുക്കാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു ആ റിസ്ക് ഏറ്റെടുക്കുക. അന്ന് ഞങ്ങളിൽ കാശില്ലാണ്ട് ഇതേപോലെ നല്ലൊരു താലിച്ചയും കൊണ്ട് ഞാൻ പണയം വെച്ചിട്ടാണ് അന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് 1 ലക്ഷം കൊടുത്തത്. അത് ഞങ്ങൾക്ക് പക്ഷേ എന്തോ കാരണം വെച്ചാൽ ആ ഒരു മാസം നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കാശ് കിട്ടിയപ്പോൾ ആ താലിച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ചെടുത്തു. ഞങ്ങൾ ആ കാശ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചെടുത്തു. അന്ന് ഇപ്പോഴും നല്ല 5 വർഷം മുന്നേ. അപ്പോൾ നമ്മളെടുത്തു. അപ്പോൾ ഇതേപോലെ പറയണ ഈ കാറും അപ്പോഴും ഞാൻ എന്നോട് ഒന്ന് പറഞ്ഞു അടയ്ക്കാൻ പറ്റണ കാലഘട്ടത്തോളം അടച്ചു പോകും, അല്ലാത്ത കാലത്ത് വണ്ടി കൊണ്ടുപോട്ടെ നിൽക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. നമ്മളത് പൊട്ടിച്ച് തിന്നണമൊന്നുമില്ല. ആ നമ്മൾ യൂസ് ചെയ്യുന്ന കാലഘട്ടം എന്നുള്ള വണ്ടി അടയ്ക്കും. പറ്റാത്തൊരു കാലം വരുമ്പോൾ ആഗ്രഹമുണ്ട് ലൈഫ് ലോങ് നമ്മുടെ ഈ വണ്ടി നമ്മുടെ കൂടെ. പക്ഷേ ഞാൻ എന്നോട് ഒന്നുമല്ലോ പറ്റില്ലേ, നമ്മൾ വിൽക്കും. അല്ലാണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല. അത്ര അല്ലാണ്ട് നമ്മൾ ആൾക്കാരുടെ മുന്നിൽ പത്രാസ് കാണിക്കാനോ കാര്യങ്ങൾക്കോ വലിയ വണ്ടിയൊന്നുമല്ല. 5 സീറ്റർ വണ്ടി ഞങ്ങൾ എടുത്തു, അല്ലാണ്ട് 7 സീറ്റർ ഒന്നുമല്ല. ഞങ്ങളുടെ സ്വിഫ്റ്റ് 5 സീറ്റ് തന്നെയാണ്. EV ആണെന്ന് മാത്രം, EV ആണ്, അതാണ് മാത്രമാണ് ഞങ്ങൾ നോക്കിയിട്ട്. ഞങ്ങൾ കളർ പോലും ഞങ്ങൾ ഇഷ്ടത്തിന് എടുത്തിട്ടുണ്ടല്ല. എന്നിട്ട് നമുക്ക് അത്ര ടൈമില്ല, നമുക്കറിയാം കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ കുറേ കാര്യം. അപ്പോൾ നമ്മൾ അതിൽ അവിടെ ഒരു നീല അവിടെ എടുക്കണം പറഞ്ഞാൽ നീല മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ ആരോ ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്ത കാരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് കെട്ടിക്കണമെങ്കിൽ കാശ് കയ്യിൽ കിടന്നിട്ടൊന്നും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടക്കില്ല. നിങ്ങൾ ദാരിദ്ര്യം പറയല്ല, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യണ കൂട്ടത്തിൽ പറഞ്ഞു. നമ്മളത് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ട, അല്ല ഞാൻ റെഡി, നിങ്ങൾ എന്തെങ്കിലും 10 രൂപ തരുന്നു. പിന്നെ നമ്മൾ പലരും പലതും പറഞ്ഞു. ഞങ്ങളുടേതായ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി. ഇപ്പം നിങ്ങൾ ഇനി അടുത്ത കുഞ്ഞെ നിങ്ങളുടെ വണ്ടി എടുക്കുക, അതൊരു കമ്പനി കുഞ്ഞിന് വണ്ടി എടുക്കണം, കുഞ്ഞിന് അവർക്ക് വണ്ടി വേണ്ടേ, അവന് വർക്കിന് പോകണം, അവർക്ക് പറ്റണമെങ്കിൽ അവർ വണ്ടി എടുക്കും, അവർക്ക് അളവ് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെടുക്കും. അത് അവരുടെ ഇതാണ്. ഞങ്ങളുടെ അഭിപ്രായം പറയാൻ ആരുമില്ല. പക്ഷേ ഷെബിക്കും പൊന്നൂനും വണ്ടി, അവരുടെ വണ്ടി വലിയ വണ്ടി തന്നെ വേണമെന്ന് വെച്ചാൽ പൊന്നൂന് വർക്കിന് പോകുമ്പോൾ അവരുടെ സാധനം ഇരിക്കണമെങ്കിൽ ആ വണ്ടി തന്നെ വേണം, ചെറിയ വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അവരൊരു വണ്ടി, ഞങ്ങൾക്ക് 4 ആൾക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്കായിട്ടൊരു വണ്ടി വേണം. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പൊന്നിൻ്റെ വണ്ടി നോക്കിയിരുന്നു, ഷെബിയുടെ വണ്ടി, കുഞ്ഞിൻ്റെ വണ്ടി നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടി വേണം. ആരും വന്ന് എത്തിച്ചേക്കില്ല, ഇല്ല ആരോ വന്ന പോലെ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വേണം. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുത്തതും കാരണം. അപ്പം നമ്മളോട് പറ്റുന്ന കാലഘട്ടം വരെ നമ്മളത് അടച്ച് നല്ല നിരക്കി കൊണ്ടുപോകണം. കഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഷോപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നിൽക്കുന്നത്. പുണ്ണോളം സ്കൂൾ ഉണ്ടാക്കണം, സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം, സ്കൂൾ വണ്ടി ഇല്ലെന്നും കയ്യിൽ പറഞ്ഞു കൊടുച്ചാൽ എല്ലാ കുട്ടികളും അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പക്ഷെ എല്ലാവരുടെ ലൈഫ് പോലെ അല്ലല്ലോ ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ കുറേ ഇതിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ ടൈമും കാര്യങ്ങളാണ് നമ്മളിവിടെ എല്ലാം
സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ സമയമാണ്. ഇപ്പോൾ അവർ സ്കൂൾ വിട്ടു, അത് സ്കൂൾ വിട്ട് വന്ന് നേരെ അവിടെ ട്യൂഷനായിട്ട് അവിടെ നിന്ന് അതിങ്ങനെ നമ്മുടെ റൊട്ടീനാണ്. അപ്പം നമ്മൾ ഇവരുടെ കൂടെ എപ്പോഴും വേണം. ഇവർ സ്കൂൾ വിട്ടാൽ സ്കൂൾ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അത് അവിടെ ഞങ്ങളില്ലെങ്കിൽ അവരുണ്ടാവും ഒറ്റയ്ക്ക് നടന്ന് വരണം. അപ്പോൾ അതിന് മുമ്പേ അത് ഞാൻ ആ ഒരു 15 മിനിറ്റ് ഒരു 10 മിനിറ്റോട് കൂടുതലായി കഴിഞ്ഞാൽ അവരെ കൊണ്ടില്ലെങ്കിൽ കാര്യങ്ങൾ ഇതേപോലെ നടക്കും. പിന്നെ എൻ്റെ സംസാരം മനസ്സിലാവണില്ലെന്ന് ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് വന്നു. പക്ഷേ ആ കമൻറ്റിൽ തന്നെ ഇഷ്ടം ആ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് വന്നിട്ട് ചേച്ചിയുടെ സംസാരം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ട വേദനിച്ചിട്ടാണ്. എന്നിട്ട് ഇപ്പോഴും തൊണ്ട വേദനിച്ചിട്ടായാലും പരമാവധി ക്ലിയറാക്കി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചിലത് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല, അത് കാര്യമില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാനപ്പോൾ നെഗറ്റീവ് പറഞ്ഞവരോട് ഇത്രേ പറയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ലൈഫ്. ഇപ്പം ഞങ്ങളുടെ സമയമായിരിക്കും ഞങ്ങൾക്കൊരു കാറ് വരെ ഞങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒട്ടും ഞങ്ങൾ പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവം നടക്കുന്നത്. കുറച്ചാൾ നോക്കണു ഇങ്ങനെയുള്ള. അപ്പം ഇങ്ങനെ നമ്മളോട് ഒരാൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ സോളാറും കാര്യങ്ങളൊക്കെ അല്ലേ വീട്ടിൽ, പിന്നെ നിങ്ങൾ എന്തിനാ പെട്രോൾ അടിച്ച് ആലോചിച്ചപ്പോൾ അത് ശരിയാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് സോളാർ വെച്ചിട്ട് ശേഷം 100 രൂപ 120 രൂപയ്ക്കാണ് കറണ്ട് ബില്ല് വരുന്നത്. അപ്പൊ നമുക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമല്ലേ? സോളാറും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പെട്രോളിന് ഈ 2 ദിവസം അപ്പൊ ആ പെട്രോൾ അടിക്കുന്ന കാശ് മാറ്റി വെച്ചാൽ നമുക്ക് ഈ വണ്ടിയുടെ അടവ് മാറ്റാം, അടച്ചു വീട്ടാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെന്നോട് വെച്ച് കാണാന്നേ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒരു യോഗമാണ്. അതിൽ വണ്ടി ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറ്റണം ഞങ്ങൾ അതൊരു യോഗം. ഞങ്ങൾ നേരെ ഒരു വണ്ടി കയറിയിട്ടില്ലേ? അതാണ് ഏറ്റവും വലിയ യോഗം. 2 ദിവസമായി നമ്മുടെ വീടിന്റെ മുറ്റത്ത് വണ്ടി എടുക്കുന്നു. ഞാൻ 2 വണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ലേ? അപ്പൊ ആലോചിക്കുക കുഞ്ഞിനെ അച്ഛൻ അത് അവരുടെ യോഗവും അല്ലേ? നാളെ നിങ്ങൾ അമ്പലത്തിൽ അല്ലെങ്കിൽ ആലോചിക്കുക പൊന്നിന്റെ ഷേപ്പിന് വണ്ടി ഉണ്ട്. ഞങ്ങൾക്ക് സത്യത്തിൽ പൊന്നിന്റെ ഷേപ്പിന്റെ വണ്ടിയിൽ പോവാണെങ്കിൽ ഒരു വിഷയമില്ല. പൊന്നിന്റെ ഷേപ്പിന്റെ വണ്ടിയിൽ പോയി ഇറങ്ങി ഇതെടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയിൽ വരാം. അപ്പൊ അതൊക്കെ ഒരു യോഗം, ഒരു നിമിത്തം. നമുക്ക് വണ്ടിയിലഞ്ഞിട്ടല്ല. അപ്പൊ അനിയന്റെ വണ്ടിയിൽ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അനിയന്റെ വണ്ടി 5 സീറ്ററാണ്. അപ്പൊ അനിയനും ഭാര്യ മോനും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ 2 ആൾ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെബിയുടെ മുന്നിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കയറി പോവുക. അപ്പം അനിയൻ്റെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ പോയത്. ഇപ്പോൾ ഷെബിയുടെ വണ്ടിയിൽ ഷെബിയും പൊന്നും ഞങ്ങളും അനിയനും ഭാര്യ മോനും കൂടിയിട്ട് ഒരുമിച്ച് പോയത്. അപ്പോൾ അവർക്ക് വണ്ടി എടുത്ത് വരാൻ പറ്റി, ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പറ്റിയില്ല, ഞങ്ങൾക്ക് ആ വണ്ടി ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ സ്വിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ എന്നിട്ടാണ് എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങൾ സ്വിഫ്റ്റ് എടുത്താൽ മതി, കുഴപ്പമില്ല, ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. ഞാൻ പറഞ്ഞിട്ടുള്ള പൊന്നിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഒരു ഉണ്ണിനെ കൊണ്ടിട്ട്. അപ്പോൾ അവർ സാധാരണ പോലെ വരട്ടെ, നമുക്ക് പോവാം. അല്ലെങ്കിൽ ആ വണ്ടിയിൽ പോവാണെങ്കിൽ അപ്പൊ അതൊക്കെ ഒരു നിമിത്താണ് അല്ലേ? യോഗ. അപ്പൊ അത് അച്ഛനാവും ആ പുതിയ വണ്ടി എടുത്ത് ഓടിച്ചു തരാൻ. അവന് ചിലപ്പോൾ വണ്ടി പ്രാതൂടാൻ അവനായിരിക്കും യോഗം. അപ്പൊ അത് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ മക്കൾ വണ്ടി എടുത്തു, അത്രേ ഉള്ളൂ. അതിന് ഈ നേരം 2 ദിവസമായി വീണ്ടും മുറ്റത്ത് വണ്ടിയാണ്, ഞങ്ങൾ അതിന് വണ്ടിയിൽ കയറിയിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നോക്ക്, ഞാൻ 1-ാം തീയതി ഡേറ്റ് മെൻസസ് ആവണ്ട. ഞാൻ 15 ദിവസം വൈകിട്ട് 10 ദിവസത്തോളം 1-ാം തീയതി അല്ല, ഞാൻ 1-ാം തീയതി ആവണമെങ്കിൽ എൻ്റെ 5 ദിവസം മുന്നേ ആവുക. അതായത് അപ്പൊ 1-ാം തീയതി ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ 5-ാം തീയതി 5 ദിവസം മുന്നേ ആവും. അപ്പൊ ഒരു 26-ാം തീയതി ആവണം. അടുത്ത മാസം ഒരു 21-ാം തീയതി ആവും. അങ്ങനെ ഞാൻ 5 ദിവസം മുന്നെയാണ് ആവാറ്. ഈ പ്രാവശ്യം എനിക്ക് 15 ദിവസമാണ് ഡേറ്റ് മാറിയത്. അതായത് 1-ാം തീയതി ആവണം. ഞാൻ 1-ാം തീയതി ആണ് ഡേറ്റ് വെച്ചാൽ ഞാനൊരു 26-ാം തീയതി ആവേണ്ട ആളാണ്. അന്ന് അവിടെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് 10-15 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ഡേറ്റ്. അപ്പൊ നോക്കിയേ, അല്ലെങ്കിൽ ഇതൊക്കെ അതിന് മുന്നേ നടക്കാൻ നമുക്ക് വണ്ടി ഇന്നലെ തന്നെ അവിടെ പൂജയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഇന്നലെ കൊടുക്കുന്ന സ്കൂളിൽ എന്ന് കൊടുക്കുന്ന സുഖ. അപ്പൊ നമുക്ക് നാളേക്ക് ഇനി പറ്റുള്ളൂ. ഈ നേരം ഞങ്ങളുടെ വണ്ടിയിൽ കയറുക. അപ്പൊ അതൊക്കെ കുഞ്ഞൻ പറഞ്ഞു. അല്ലെങ്കിൽ മൊക്കെ നേരത്തെ ആവണല്ലോ. ഇന്ന് എന്താ വണ്ടി പൂജിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു സമയം. നമ്മളിതിന് തിക്കും തിരക്കും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാത്തിനൊരു സമയമുണ്ട് ദാസ. എല്ലാം നല്ലതിനാന്ന് വിചാരിക്കുക. ശബ്ദം പോയല്ലേ, പോട്ടെ. തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഉണ്ട്. ഞാൻ 2-3 സാരി കാട്ടിയാണ്. ഞാൻ കുറേ ദിവസം സാരി ഞാൻ കാട്ടിയായിരുന്നു. 10 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇടയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് 2 സെക്കൻഡ് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫുൾ ഇങ്ങനെ. അപ്പൊ ഞാൻ സാരി കാട്ടിയാണ്. അപ്പൊ എന്താ കട്ട് ചെയ്യണം എൻ്റെ മോട്ട വീഡിയോ. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനിടെ ഇവിടെ നിൽക്കുന്ന ഒരു ചെക്ക് ബ്ലാക്ക് സാരി ഭയങ്കര ഇഷ്ടമായിട്ട്. ഇപ്പോൾ ഓണം, വിഷു, കല്യാണം അതിനൊന്നും ഇപ്പോൾ ബ്ലാക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എല്ലാ സമയത്തും ബ്ലാക്ക് ഇടും. അപ്പോൾ ബ്ലാക്ക് സാരിക്ക് അതിന് മാത്രം റേറ്റ് വരുന്നില്ല കേട്ടോ. 1250 രൂപയാണ് വരുന്നത്. പക്ഷേ സാരിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി പട്ടുപാടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു കരിയും പച്ച ഷോളോ അല്ലെങ്കിൽ നല്ല ചില്ലി റെഡോ അല്ലെങ്കിൽ നല്ല മാമ്പഴ കളറോ ഷോളോ എടുത്ത് കഴിഞ്ഞാൽ ഓണത്തിന് ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് അടിപൊളി നല്ല നല്ല കാഞ്ചിക്കോട്ടത്തൊക്കെ അല്ല. ഇപ്പം ഇത് കല്യാണിപ്പട്ട്, നാരായണിപ്പട്ട് അങ്ങനത്തെ എല്ലാ ഒരു ഇതിൽ വരുന്ന മെറ്റീരിയൽ വരുന്ന കേട്ടോ.
സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. കാർ എടുക്കാൻ പോകുമ്പോൾ ഇത് എടുക്കണം പക്ഷെ ജാക്കറ്റ് അടിച്ച് കിട്ടാത്ത ഇതായതുകൊണ്ടാണ്. ബ്ലാക്ക് ഒന്നും ഇല്ല. അപ്പൊ കുഞ്ഞിന്റെ വണ്ടി എടുക്കാൻ കുഞ്ഞൻ ബ്ലാക്ക് ആന്ന് പറയണ് കളർ. പിന്നെ ഇതേപോലെ ഞാൻ പറയണ്, ഇതിനോടൊരു ആവേശം വേറെയാണ്. മഞ്ഞ വെക്കുമ്പോണ്ടാണ് ഒരു ഇത് നോക്കിയേ, നല്ല സാരിയായിട്ട് നല്ല മെറ്റീരിയലാണ് നോക്കിയേ. ഇവിടെ കൊണ്ട് വീതിയില്ല, നമുക്ക് ഇവിടെ വീതിയില്ല, പക്ഷെ ഇവിടെ കൊണ്ട് നല്ല വീതിയില്ല കേട്ടോ. സാരി ആയിട്ട് എടുക്കാനും പട്ടുപാടയായിട്ട് ഒരു കോണത്തിന് പട്ടുപാടയായിട്ട് അടിച്ചിടുന്നവർക്കും ധാവണിയായിട്ട് അടിച്ചിടുന്നവർക്കും നല്ല ഭംഗിയായിട്ടാ. ഈ ഒരു തുണി കൊണ്ട് ധാവണി അടിച്ചിട്ടാണ്ടല്ലോ ഒരു രക്ഷയുണ്ടായിരുന്നു സത്യം. ഞാൻ ഇപ്പൊ പൊന്നും കുഞ്ഞിനൊക്കെ വലുതായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കേട്ടോ. നല്ല മാമ്പഴ കളർ എന്ന് പറയില്ലേ, മസ്റ്റേർഡ് യെല്ലോ അല്ല അത് മസ്റ്റേർഡ് യെല്ലോ അല്ല. ഇത് നല്ല ഭംഗിയുള്ളൊരു മാമ്പഴ കളർ, നല്ല രസമുണ്ട്. ഇതേ സെയിം മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഐഡിയകൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. നല്ല ചെക്ക് ഷെയ്ഡിൽ നല്ല പീച്ച് കളർ, ഇതിന് നല്ല വയലറ്റ് കളർ ഷാളോ അല്ലെങ്കിൽ നല്ല റോയൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ മാമ്പഴ കളർ നല്ല ഭംഗിയായിരിക്കും ഇതിന്. ഓറഞ്ച് ഭംഗി ഉണ്ടാവും, മാമ്പഴ കളർ കൂടി അങ്ങനെ എന്തെങ്കിലും ഷാൾ ഇട്ടിട്ട് ഇത് പട്ടുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ പട്ടുപാടെന്ന് പറയാൻ കാരണം എന്താ, ഓണായതുകൊണ്ട് പറയട്ടെ. അല്ലാത്തവർക്കാണെങ്കിൽ ഓണ സെലിബ്രേഷനൊക്കെ സാരി കൊടുക്കാൻ നല്ലതാണ്. നല്ല മെറ്റീരിയലാണ് കണ്ട കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ്. അതാണ് കണ്ട ചുളിയാത്ത അത്ര നല്ല മെറ്റീരിയലാണ്. ഒന്ന് കൈകൊണ്ട് ഇങ്ങോട്ട് ആക്കിയ ശേഷം നല്ല പീച്ച് കളർ കേട്ടോ. നല്ല പീച്ചാണ് ഈ കളർ, റെഡ് അല്ല പീച്ച് കളറാട്ടാ. പിന്നെ ചെക്ക് സാരികൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതേപോലെ. ഇത് ഭയങ്കര ഇതൊന്നും അധികം പീസുകളില്ല കേട്ടാ, ഇതൊന്നും അധികമില്ല. ഇത് കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ചോദിച്ചു തരുന്ന ഒരു കളറാണ്. ഓറഞ്ചും കോഫി ബ്രൗണും ആണ് കേട്ടോ നിറം വരുന്നത്. ഇത് ഫുള്ള് ഞാൻ കട്ടുന്നല്ലേ സാരി കേട്ടേ. ഇത് ഞാൻ നിവൃത്തിയായിട്ട് തരാം, ഫുള്ള് നിവർത്തണില്ല. കണ്ട നല്ല ഓറഞ്ചും കോഫി ബ്രൗണും ആണ് എനിക്ക് തോന്നുന്നു. കണ്ട ഇതിൽ നല്ല കോഫി ബ്രൗൺ കളറാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഇതുമേ കോഫി ബ്രൗൺ ആയിട്ട് ലൈനായിട്ട് കുഞ്ഞൻ കടയുടെ ഓപ്പണിങ് കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് സാരി ആ കോഫി ബ്രൗൺ ചോദിച്ചു. പക്ഷേ അതേ കോഫി ബ്രൗൺ ആണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് കോഫി ബ്രൗൺ ബ്ലൗസും മുന്താണിയും കോഫി ബ്രൗണും കാര്യം. ഇത് നടുവശം വരുന്നത് ഓറഞ്ച് ഷെയ്ഡാട്ടോ. പിന്നെ ഒരുപാട് റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിങ്ങമാസമൊക്കെ അല്ലേ, കല്യാണങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ചെക്ക് മോഡൽ സാരിയാണ് കേട്ടോ. അതിന് തന്നെ ഒരു കളർ കൂടി കാണിച്ചു തരാം. അങ്ങനെ ഏത് ഏജുകാർക്ക് കൊടുക്കാം കേട്ടോ, ഇന്ന ഏജ് എന്നല്ല, ഏത് ഏജുകാർക്ക് കൊടുക്കാം. ഇത് കണ്ടോ, ഇതൊരു പ്രത്യേകം ഇതിന്റെ കളർക്ക് ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു കളറാട്ടോ. ഗ്രേ അല്ല, നല്ലൊരു കളർ. ഇതിനാണല്ലോ നല്ല ചില്ലി റെഡാണ് മുന്താണി വരുന്നത്. കണ്ട നല്ല ചില്ലി റെഡ് കളറാണ്, അടിപൊളി റെഡ് അതിന്റെ ബ്ലൗസ്. അപ്പൊ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് അറിയാം, രണ്ടുണ്ട് ഗുണം. ഇതിന്റെ ബ്ലൗസ് അടിക്കാം, ഓണത്തിന് സെറ്റ് മുണ്ട് കൊടുക്കുന്നവർക്ക് ഈ ചില്ലി റെഡ് ബ്ലൗസ് ഇട്ട് സെറ്റ് മുണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ എൻഗേജ്മെന്റ് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ സാരി ആ ബ്ലൗസ് ഇട്ടു. അപ്പോൾ രണ്ട് പരിപാടി കഴിയും അല്ലേ. നല്ല കളറാട്ടെ, നല്ല കളർ. എനിക്ക് കാർ എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെ അടിച്ച് ഇതിലൊന്നും ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ജാക്കറ്റ് അടിച്ച് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും നോക്കാൻ. നല്ല സാരി കേട്ടോ. അതേപോലെ പട്ടുപാടൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെക്കില് ഇത്രയും കരയുള്ളത് ഇതാണ് വെച്ചാ, ഇത്രയും കരയുള്ളത് വേണം നോക്കാം. കണ്ട ഇതിലേതൊക്കെ കളറാണ് കേട്ടോ വരുന്നത്. ഇതില് ഓറഞ്ച് വരുന്നുണ്ട്, ഇത് ഓറഞ്ചാട്ടോ. ഇത് ഓറഞ്ചും നല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ കളർ നിൽക്കുന്നത്. ഇതിന്റെ കര അങ്ങനെ ഇവിടേക്കുള്ള കര ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നതും ചില്ലി റെഡ് തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. കണ്ട ഈ റെഡില് കണ്ട ഈ ലൈനായിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത്. കണ്ട പട്ടുപാട ധാവണിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ, ചുമ്മാ പറയണ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിൽ 2-3 കളറിൽ ഒന്ന് ഈ ഗ്രീനാണ് വരുന്നത്. പിന്നെ ഇത് ഓറഞ്ച് തന്നെയാണ്. ഇതിലൊരു പച്ച തന്നെ ഏറ്റവും ബാക്കിൽ. ഇതിൽ ചില്ലി റെഡും വരുന്നുണ്ട്, ഒരു പച്ച കളറും വരുന്നത് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, കുഴഞ്ഞെടുക്കണം, നല്ല കനം കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ചിലർ ഈ കാഞ്ചിക്കോട്ടൻ നാരായണിപ്പട്ടും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ പൊന്തിക്കോ എന്നുള്ളത്. നല്ല ഫിനിഷിങ്ങിന് ഉടുത്താൽ കുഴപ്പമില്ല, പക്ഷെ
അത് ടെൻഷനുള്ളവർക്ക് എപ്പോഴും എനിക്ക് ചെക്ക് സാരിയിൽ ഇതായിരിക്കും നല്ല കേട്ടോ. നല്ലൊരു ഗ്രീനാണ്. ബ്ലൗസും സെയിം കളറിലാണ്. അതെന്തോ മെസ്സേജ് കണ്ട, ബ്ലൗസ് ഈ ലൈനാണ് കേട്ടോ വരിക. കണ്ട ലൈനായിട്ടുള്ളതാണ് വരിക. കയ്യുമിക്ക് ഈ ഒരു ഒറ്റ കര അടിപൊളിയായിരിക്കും. പട്ടുപാട അടിക്കണവർക്കും നല്ല ഭംഗിയായിരിക്കും. ധാവണിയായിട്ട് യൂസിനൊക്കെ നന്നായിരിക്കും. നല്ല സാരി കേട്ടോ, നല്ല സാരിയാണ്. ഒതുങ്ങി കിടക്കും. കണ്ട ഗ്രീന്, നല്ല ഓറഞ്ച് ഷെയ്ഡാട്ടോ. അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഇത് വാട്സപ്പിൽ. ഇതൊന്നും അധികം റേറ്റ് ആട്ടോ, 10,200 ആ റേഞ്ചിൽ വരണം. ഇതിനും റൈറ്റ് ഓറിൽ ഒരു പട്ട് സാരി ഒരു കല്യാണത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കല്യാണം വന്നാൽ എല്ലാവരും റൈറ്റ് ഓറിൻ്റെ സാരി നോക്കി കിടക്കുന്ന കാലഘട്ടമാണ്. ഒറ്റ യൂസിങ് അല്ലേ എന്ന് വെച്ചിട്ട്, അതുകൊണ്ടാണ് പരമാവധി റൈറ്റ് ഓറാണ്. അപ്പം നോക്കിയിട്ട് വന്നി പോയാലാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കാശിൻ്റെ അഹങ്കാരം കൊണ്ട് കാർ എടുത്തല്ലോ ഒത്തിരിയാണ് ചിന്തിക്കരുത്. ഞങ്ങൾ പറ്റുന്നിടത്തോളം കാലം വരെ ആ കാറ് കൊണ്ടുപോകും. നിങ്ങൾക്ക് പറ്റുന്നതല്ല. മാരുതിയുടെ ഈ കാറ്, ഈ ഇലക്ട്രിക്കൽ ഈ കാറുള്ളൂ. ഇതിൻ്റെ റൈറ്റ് ഓൾറെഡി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. വേറൊരു കമ്പനിയുടെ കാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാറിന് ആകെ 2.5-3 ലക്ഷം കിട്ടുള്ളൂ ഇവിടെ സ്വിഫ്റ്റിന്. പക്ഷെ നമുക്കിത് അവരെടുക്കണതാണ് നമുക്കിതിന് നല്ലൊരു വില. ഇതിൻ്റെ ഇരട്ടി വില നമുക്ക് കിട്ടി. അതാണ് നമ്മളെ കാർ കൊടുക്കാൻ കാരണം. മാരുതിയുടെ ഈ വിറ്റാര എടുക്കാൻ കാരണം. അപ്പോൾ നമ്മുടെ കാറ് ഈ വിറ്റാരയാണ് കേട്ടോ. അപ്പോൾ അതിൽ 20 ലക്ഷത്തിനുണ്ട്, 16 ലക്ഷത്തിനൊക്കെ ഉണ്ട്, പല വേരിയൻ്റ് ഉണ്ട് അല്ലേ. പോട്ടെ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട്